57ാമത്തെ ചോദ്യം. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? 1. ജമ്മു കാശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകിയ തിരിച്ചടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ. 2. 2025 മെയ് 7-നായിരുന്നു ഇത് നടന്നത്. 3. ഈ ആക്രമണത്തിൽ ഇന്ത്യൻ കര, വ്യോമ, നാവിക സേനകൾ പങ്കെടുത്തു. ഉത്തരം ഓപ്ഷൻ സി, എല്ലാം ശരിയാണ്. 58ാമത്തെ ചോദ്യം. UN സുസ്ഥിര വികസന റിപ്പോർട്ട് റാങ്കിംഗ് 2025 ഉൾപ്പെട്ട രാജ്യങ്ങളുടെ പട്ടിക ചുവടെ ചേർക്കുന്ന ശരിയായത് കണ്ടെത്തുക. 1. ഒന്നാം സ്ഥാനം ഫിൻലാൻഡ്. 2. രണ്ടാം സ്ഥാനം സ്വീഡൻ. 3. മൂന്നാം സ്ഥാനം ഇന്ത്യ. ഉത്തരം ഓപ്ഷൻ ഡി, 1ഉം 2ഉം. 59ാമത്തെ ചോദ്യം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏത്? ഒരു സോഫ്റ്റ്വെയറിൻ്റെ കോപ്പീസ് വിതരണം ചെയ്യുന്നതിനുള്ള ഫ്രീഡം ഫ്രീ സോഫ്റ്റ്വെയർ ഫൗണ്ടേഷൻ്റെ ഫ്രീഡം 2-ലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 2. ഒരു സോഫ്റ്റ്വെയർ വാങ്ങുന്നതിന് മുമ്പ് ചില ഭാഗങ്ങൾ മാത്രം ഉപയോഗിച്ച് നോക്കി വാങ്ങുവാൻ കഴിയുന്ന സോഫ്റ്റ്വെയർസിനെയാണ് ഷെയർവെയർ എന്ന് പറയുന്നത്. 3. GNU ഓർ ലിനക്സ് സോഫ്റ്റ്വെയർ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിന് ഉദാഹരണമാണ്. ഉത്തരം ഓപ്ഷൻ എ, എല്ലാം ശരിയാണ്. 60ാമത്തെ ചോദ്യം. താഴെ തന്നിരിക്കുന്ന നെറ്റ്വർക്കിനെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? 1. ഡിജിറ്റൽ സിഗ്നലുകളെ അനലോഗ് സിഗ്നലാക്കി മാറ്റാൻ മോഡം ഉപയോഗിക്കുന്നു. 2. സിഗ്നലുകളെ പുനർനിർമ്മിക്കുവാൻ വേണ്ടി റിപ്പീറ്റേഴ്സ് ഉപയോഗിക്കുന്നു. 3. ഒരു സ്കൂൾ ക്യാമ്പസ് പരിധിയിൽ വരുന്ന നെറ്റ്വർക്ക് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്കാണ്. ഉത്തരം ഓപ്ഷൻ സി, 3. 61ാമത്തെ ചോദ്യം. വിത്തുകളുടെ ഉൽപാദന വിതരണ ശൃംഖല ഫലപ്രദമായി നിരീക്ഷിക്കുവാനും വിത്തുകൾ പ്രഭവസ്ഥാനത്തിൽ നിന്നും ഒരു കർഷകന് എത്തുന്നതുവരെ പൂർണ്ണമായി പിന്തുടരാനും കഴിയുന്ന ഒരു ഡിജിറ്റൽ ഇക്കോസിസ്റ്റം ഭാരത സർക്കാർ 2023 തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പേര്? ഉത്തരം 61 എ, സാത്തി. 62ാമത്തെ ചോദ്യം. സൈബർ ക്രൈം ഇരകൾക്ക് ജൂറിസ്ഡിക്ഷൻ പരിമിതികൾ മറികടന്ന് ഓൺലൈനായി FIR നൽകാൻ കഴിയുന്ന ഭാരത സർക്കാർ സംരംഭം? ഉത്തരം സി, E0 FIR.